അസ്സലാമലൈക്കും. സ്നേഹമുള്ള ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എന്ത് ചെയ്യൂ, അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കും. എങ്ങനെയുള്ള സഹായം എന്ന് വെച്ചാൽ സാമ്പത്തികമായ എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും, സഹായിക്കുന്ന ഒരു സ്വഭാവം പണ്ടേ ഉണ്ട്. പ്രത്യേകിച്ച് ഭാര്യമാര് ഭർത്താക്കന്മാരെ സഹായിക്കും. അവരുടെ അടുത്ത് സ്വർണ്ണമൊക്കെ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യൂ, ഭർത്താവിന് എന്തെങ്കിലും ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ആ സ്വർണ്ണം എടുത്തു കൊടുത്തുകൊണ്ട് നിങ്ങൾ പണയം വെക്കോ വിൽക്കോ എന്തെങ്കിലും ചെയ്തോ എന്നൊക്കെ പറയും. ഇപ്പൊ അടുത്തൊരു സംഭവം നടന്ന്, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഭാര്യയും ഭർത്താവും കൂടെ ഒരുമിച്ച് തീരുമാനിച്ചതാണ് ഗൾഫിൽ ഒരു നല്ല സ്ഥാപനം നമുക്ക് ആക്കണം എന്നുള്ളത്. അങ്ങനെ എന്ത് ചെയ്ത് ഭർത്താവിനോട് ഭാര്യ പറഞ്ഞ് എന്റെ അടുത്തുള്ള സ്വർണം മുഴുവൻ നിങ്ങൾ എന്ത് ചെയ്തോ, വിട്ടുകൊണ്ട് നിങ്ങൾ ഗൾഫിൽ പോയിട്ട് എന്ത് ചെയ്തോ, നിങ്ങൾ ഉദ്ദേശിച്ച പരിപാടി തുടങ്ങിക്കോണം. അപ്പം ആ ഒരു ഉദ്ദേശം പറയുന്ന സമയത്ത് തന്നെ ഭാര്യയുടെ മനസ്സിന്റെ ഉള്ളിലുണ്ട് ഇതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് എനിക്കും കൂടെ വരുമല്ലോ എന്നുള്ളത്. അപ്പം ഭാര്യ സമ്മതിച്ചു. അങ്ങനെ ഭാര്യ അടുത്തുള്ള സ്വർണ്ണമൊക്കെ വിറ്റുകൊണ്ട് ഇവനിവിടെ ഒരു സ്ഥാപനം തുടങ്ങി 5-6 മാസം ഇങ്ങനെ തട്ടിമുട്ടി നീങ്ങിപ്പോയി. അവസാനം കച്ചവടം ഇല്ലാതെ ആ സ്ഥാപനം പൂട്ടേണ്ടി വന്നു. ഇപ്പോ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ എന്ത് സംഭവിച്ചത്, ഇപ്പൊ ഈ ഭാര്യയും ഭാര്യയുടെ വീട്ടുകാരും കൂടെ ഇവനെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ്. എന്റെ സ്വർണവും കൊണ്ട് കടന്നുപോയതാണ്, എന്നിട്ട് ഗൾഫിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു, എന്റെ സ്വർണം മൊത്തം നശിപ്പിച്ച് എനിക്ക് ആ സ്വർണം മുഴുവനും എനിക്ക് തിരിച്ചു കിട്ടണമെന്ന് മറ്റേ ഇവനെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ്. അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞാൻ മുൻകൂട്ടി നിങ്ങളോട് പറയാണ്, ഇങ്ങനെ ഒരു സ്വർണം നിങ്ങൾ ഭാര്യ എടുത്ത് വാങ്ങുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യണം, ഈ ഒരു വിഷയം പറയണം. ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു കച്ചവടം തുടങ്ങുന്ന സമയത്ത് ചിലപ്പോൾ നഷ്ടത്തിലായിരിക്കും, ചിലപ്പോൾ അത് ലാഭത്തിലായിരിക്കും. അപ്പൊ എന്ത് ചെയ്യണം, ഇത് പറഞ്ഞുകൊണ്ട് എഗ്രിമെന്റ് ആക്കാതെ നിങ്ങൾ എന്ത് ചെയ്ത് ഭാര്യന്റെ അടുത്തുനിന്ന് പോലും സ്വർണം വാങ്ങിക്കരുതെന്ന് ഞാൻ പറയുന്നത്. കാരണം അവസാനം ഇതുപോലെയുള്ള കുടുക്കിൽ നിങ്ങളും പെടേണ്ടി വരും. ഇങ്ങനെ ഒരുപാട് ആളുകൾ കൊടുക്കുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. ചിലത് നഷ്ടത്തിലാകുന്നുണ്ട്, ചിലത് നല്ല വിജയിക്കുന്നുണ്ട്. അപ്പം ഇതൊരു പരാജയപ്പെട്ടപ്പോ, ഇവരെ ബിസിനസ് പരാജയപ്പെട്ടപ്പോ ഭാര്യയും ഭാര്യ വീട്ടുകാരും കൂടി കേസ് കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഭാര്യയുടെ അടുത്ത് സ്വർണം വാങ്ങിച്ചിട്ട് കളിക്കുന്ന ആളുകൾ ശ്രദ്ധിച്ചോ. ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.